എന്റെ അച്ഛനെ കൊല്ലാൻ നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു പോ. ആ അച്ഛന് ഇങ്ങനൊരു മകളുടെ കാര്യം നീ മറന്നോ? അതോ നിന്റെ കഷ്ടകാലം നിന്നെ ബോധപൂർവം മറപ്പിച്ചതാണോ? ഉപേന്ദ്ര, എന്റെ അച്ഛന്റെ നേരെ ഊങ്ങിയ നിന്റെ ഈ കയ്യ് ഇവിടെ വെട്ടിയിട്ട് പോകാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് നിനക്കറിയാലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് അനുസരണോട് എന്റെ അച്ഛനോട് മാപ്പ് പറയണം. ഇപ്പൊ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും ഒക്കെ ആ കാലെ പിടിച്ച് മാപ്പ് പറയണം. പന്നെ അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തീർക്കും. വിഷ്ണു, ഇരിയാട്ടെ, തല്ലരുത്. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. ചേട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് മാപ്പ്. ഇനി ആവർത്തിക്കില്ല. ഇപ്പൊ നിനക്ക് ഒരച്ഛനേ ഉള്ളൂ, അത് ഞാനാ. ഇതിനി അവകാശം പറഞ്ഞ ആരെങ്കിലും വന്നാ പലതും പലരെ എനിക്ക് അറിയിക്കേണ്ടി വരും. നിൽക്കടിയോടെ. ഒരിക്കലും നിങ്ങളെ ആരെയും ചതിക്കണമെന്ന് കരുതിയല്ല ഞാനന്ന് അങ്ങനെ ചെയ്തത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്യാമയുടെ ജീവിതം തകരാതിരിക്കാൻ, സത്യമ്മയുടെ സ്നേഹം അവൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ. വിഷ്ണുട്ടാ, ഇനിയെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ ഇവ മനസ്സിലാക്കട്ടെ. അച്ഛനെയും കൊണ്ട് നമുക്ക് പോ. ശ്യാമേ, പപ്പിമോളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വളർത്താനാ, അല്ലാതെ അവളെ തളർത്താനല്ല. കുഞ്ഞേച്ചി, അത് മനസ്സിലുണ്ടാവണം. ഇനി എന്റെ അച്ഛന്റെ നേരെ നിന്റെയൊക്കെ കൈ പൊന്തിന്ന് ഞാൻ അറിഞ്ഞ ചാവടി അടിയന്തരത്തിന് ചീട്ട് കുറിപ്പിക്കാൻ തന്ത്രിയെ കണ്ടോളാൻ പറഞ്ഞേക്കണം നിന്റെയൊക്കെ വീട്ടുകാരോട്. കേട്ടോ? ഇപ്പൊ നീ എന്നെ കൊണ്ട് ബലമായി പറയിപ്പിച്ച ഈ മാപ്പിന് ഞാനൊരു വിലയിടും വിഷ്ണു. അത് താങ്ങാൻ നീയും നിന്റെ അച്ഛനും തയ്യാറായിക്കും. ഈ പുന്നാര അനിയന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അയാൾക്കുള്ള കൊലച്ചോറും പിന്നെ ഞാൻ വയ്ക്കുന്ന ബലിച്ചോറും. എന്നെ സഹായിക്കണം. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. മോനെ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ നിന്റെ അമ്മ രാജേശ്വരി ഒട്ട് സമ്മതിക്കേയില്ല. നിനക്കറിയാവുന്നതല്ലേ നിന്റെ അമ്മ രാജേശ്വരി ഇവിടെ വന്നുണ്ടാക്കിയിട്ടുള്ള പുകിലുകളൊക്കെ.
10 ലക്ഷം രൂപയുണ്ട്. ഈ കൂനാച്ചിപ്പുരയ്ക്കും കടയ്ക്കും എല്ലാത്തിനും ചേർത്തുള്ള വിലയാ. ഇപ്പൊ ഇത് കൈപ്പറ്റി സന്തോഷത്തോടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഒഴിഞ്ഞു തരണം ശാരദാമ്മ. നിന്റെ അച്ഛനെ ഇവിടുന്ന് വലിച്ചിറക്കി വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ജീവിതം തകർത്തോണ്ടാ രാജേശ്വരി കടന്നു വന്നത്. പക്ഷെ എന്നിട്ടും നിന്റെ അമ്മ പറയുന്നത് ഞാനാ അവരുടെ ജീവിതം തകർത്തതെന്നാ. ഇനി നിന്റെ പേരില് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണോ? അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാ ഞാനും എന്റെ മക്കളും കടന്നു പോകുന്നത്. അതിന്റെ ഒപ്പം ഇതും കൂടി വേണോ മോനെ? നീ ഒന്ന് എന്റെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ശാരദാമ്മ സഹായിക്കണം. സഹായം ചോദിക്കാൻ എനിക്ക് മറ്റൊരു സ്ഥലമില്ല. അതെ, ഇനിയും വൈകിയ ബാപ്പച്ചി അന്വേഷിക്കും. നമുക്ക് പോവാം. ആ, അല്ല മോനെ, എന്തെങ്കിലും കുടിക്കാതെ എങ്ങനെയാ? കുറെ നാളുകൂടി വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ശാരദാമ്മേ. ഞങ്ങൾ ഇനിയും വരും. അത് ശരിയാവൂല. നിങ്ങൾ ഇരിക്കേ, ഞാൻ എന്തായാലും ചായ എടുക്കാം.